രാവിലെ തന്നെ ഇതേ ചായ കുടിച്ച് ഞാൻ മുറ്റമടിക്കാനായിട്ട് ഇറങ്ങാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ചായ കുടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതെൻ്റെ മുറ്റം നനച്ചിടണം, വന്നിട്ട് വേണം അടിച്ചു വരാൻ. എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ നല്ലോണം പൊടി പറക്കുന്നുണ്ട്. രാവിലെയും നല്ല കാറ്റുണ്ടാവും, അതേപോലെ വൈകിട്ടും നല്ല കാറ്റായിരിക്കും കേട്ടോ. അപ്പോൾ നന്നായി പൊടി പറന്ന് ഇറയത്തൊക്കെ നിറച്ചും പൊടിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇരിക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ആ നേരത്ത് ഇതേപോലെ നനച്ചിട്ട് കൊടുത്തിട്ട് മുറ്റടിക്കുകയാണെങ്കിൽ കുറച്ചൊരു ശമനം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതേ മുറ്റൊക്കെ നനച്ച് കഴിഞ്ഞിട്ടുണ്ട്. നേരെ അടിച്ചു വരാനാണ് പോണത്. അപ്പോൾ അടിച്ചു വരാനായിട്ടിപ്പം തന്നെ നന്നായി വെയിലും കിട്ടും. അപ്പോൾ നടക്കലും ആവും, വ്യായാമവും, അതേപോലെ തന്നെ മുറ്റവും വൃത്തിയാവും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ മുറ്റടിക്കലൊക്കെ കഴിയാറായിട്ടുണ്ട് കേട്ടോ ഏകദേശം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് നേരം എന്താ പറയുക റിലാക്സ് ചെയ്തിട്ട് കുറച്ച് നേരം എണീറ്റൊക്കെ നിന്ന് ബ്രീത്തിങ് ഒക്കെ ചെയ്തതിന് ശേഷം അടിച്ചു വരാം. അപ്പോൾ ഇത്രയധികം കരടാണ് നമുക്ക് ഒരു ദിവസം കിട്ടണത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഞായറാഴ്ച ദിവസങ്ങളിൽ ഇത് മൊത്തത്തിലിട്ട് കത്തിച്ച് കളയാണ് ചെയ്യാറ്. അപ്പോൾ ഇത്രയധികം എന്താ പറയുക ചവർ കിട്ടിയതിൻ്റെ സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. അപ്പോൾ എൻ്റെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം നടക്കാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ വെയിലുണ്ട്. അപ്പോൾ നന്നായി കൈയും കാലൊക്കെ വീശിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലാണ് ചെയ്യുന്നത്. ഒരു 3-5 റൗണ്ട് ഞാൻ അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് വെയിൽ കാണുന്ന സ്ഥലം ഉണ്ടാകുമ്പോൾ ഞാൻ വെയിലത്ത് കുറച്ച് നേരം നിൽക്കും. എന്നിട്ട് കുറച്ച് നേരം വയറൊക്കെ ഒഴിഞ്ഞ് വെയിലൊക്കെ കാണിക്കും. എന്താണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ 5 മാസം ഇന്നത്തോടുകൂടി കഴിഞ്ഞു. നാളെ തൊട്ട് 6-ാം മാസം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ പുതിയതായി ഉണ്ടായിരിക്കണ ചേഞ്ച് റോസാണ്. ഉണ്ടാവാറുണ്ട്, പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാറില്ല. അപ്പോൾ ഇത് വൈറ്റ് കളറിലാണ്, കുറച്ച് റോസ് കളറാവും. അപ്പോൾ അതേ മുറ്റൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഞാൻ അകത്തേക്ക് കയറി വന്ന് നമ്മുടെ ബദാമാണ് നിന്ന് തൊലി കളയുന്നത്. അത് തലേദിവസം ഞാൻ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ അമ്മ ഇട്ട് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഞാൻ ചായ കുടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചായ കുടിച്ചതിൻ്റെ പിന്നാലെ കഴിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാവും കഴിക്കുന്നത്. അത് ഓരോ ദിവസം ഓരോ മൂടായിരിക്കും കേട്ടോ. അപ്പോൾ അതേ ഇന്ന് രാവിലത്തെ കഴിക്കാനായിട്ട് ചപ്പാത്തിയും അതേപോലെ തന്നെ ബീഫ് കറി ആയിരുന്നു ഉണ്ടായിരുന്നേ. അപ്പോൾ അത് കഴിക്കാനായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കാൻ വന്നിരിക്കുമ്പോഴേക്കും ചിലപ്പോൾ ഗ്യാസ് കയറി ഛർദ്ദിക്കാനൊക്കെ തോന്നും. അത് കഴിഞ്ഞ് ഞാൻ അതുപോലെ മുറ്റടിയൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ടൊക്കെയാണ് കഴിക്കാറ്. കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ മടക്കി വെക്കാനുണ്ട്. അപ്പോൾ ഞാനതൊക്കെ സെറ്റിയിൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്, മുകളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടേട്ടാ. അപ്പോൾ കുറച്ചൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണി വയറ്റിൽ അനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു അനക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിച്ചത് ഇഷ്ടപ്പെട്ടു തോന്നുന്നുണ്ട്. അതാണ് ഈ അനങ്ങണത്. അപ്പോഴേക്കും ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം എത്തുന്നതിന് മുന്നേ ഞാൻ വേഗം പോയി കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. അംഗനവാടി ടീച്ചർ വിളിച്ചു, വേഗം വായു സൈറ്റ് കിട്ടുന്നുണ്ട്, ഇന്ന് റെഡി ആവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതും ഇന്നെങ്കിലും റെഡി ആവുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണത്. അപ്പോൾ ഇറങ്ങിയ പോലെ തന്നെയാണ് റെഡി ആയൊന്നുമില്ല. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ തന്നെ പോലെ ചെയ്തത്. അപ്പോൾ പോരുന്നതിന് മുന്നേ നമ്മൾ ഫ്രൂട്ട് ബേയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇത് റെഡി ആവണില്ല എന്നുള്ള വിഷമവും ദേഷ്യവും സങ്കടമൊക്കെയാണ് എൻ്റെ ഈ മുഖത്ത് കാണുന്നത് കേട്ടോ. അപ്പോഴേക്കും എൻ്റെ ഫലൂദ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഫ്രൂട്ട് മിനി ഫലൂദയാണ് എപ്പോഴും വാങ്ങിച്ച് കഴിക്കാറുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഗർഭിണി ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് കൊടുത്തപ്പോൾ അത് കഴിക്കില്ല. എന്താ വെച്ചാൽ അവൻ എന്താ പറയുക ഷുഗർ കഴിക്കില്ലല്ലോ. അത് കാരണം അതിൻ്റെ ബനാനയും അതേപോലെ തന്നെ പീനട്ട് ബട്ടറും കൂടിയിട്ടുള്ള സ്മൂത്തി ആയിരുന്നു. അതായിരുന്നു ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതും കുടിച്ച് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.